അപ്പം നമ്മുടെ അനുമോളും ആദിലയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദിലയും അതുപോലെ തന്നെ അനുമോളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അനീഷും അനുവും തമ്മിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് സംസാരിച്ച ആ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് അനീഷ് അനുവിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് അനുവും ആദിലയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അനുമോള് ഇക്കാര്യം ആദിലയുടെ അടുത്ത് പറയുന്ന സമയത്ത് ആദില പറയുന്നുണ്ട്, എന്തായാലും ഈ പ്രണയം സ്ട്രാറ്റജി കൊള്ളാം. ഇപ്പൊ അനീഷ് ആർമിയും അനുമോൾ ആർമിയും ചേർന്ന് കോംബോ പിടിക്കുന്നുണ്ടാകും. ഇപ്പൊ അത് തന്നെ ആയിരിക്കും സോഷ്യൽ മീഡിയയിലെ പ്രധാന കണ്ടന്റ്. അതിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് നമ്മുടെ നെവിനും കേൾക്കുന്നുണ്ട്. അപ്പൊ അതിൽ ചോദിക്കുന്നുണ്ട്, നെവിനെ നിനക്കെന്താ അവിടെ പണി, ഞാൻ നിന്നെ കണ്ടു എന്ന്. അപ്പൊ നെവിനെ തിരിച്ചും പറയുന്നുണ്ട്, ഞാൻ എന്റെ ജീൻസ് എടുക്കാൻ വേണ്ടി വന്നതാണ്, അല്ലാതെ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയൊന്നും വന്നതല്ല എന്ന്. നെവിനെ അനുമോൾ ആ സമയത്ത് കണ്ടിട്ടില്ലായിരുന്നു. പെട്ടെന്ന് അനു നെവിനെ കണ്ട സമയത്ത് അനുമോളും പറയുന്നുണ്ട്, ദൈവമേ പാമ്പിന്റെ ചെവിയാണ്, പേടിയാകുന്നുണ്ട്, ഞാനാണെങ്കിൽ എല്ലാ കാര്യവും നിന്നോട് പറയുകയും ചെയ്തു, ഇനി ഇത് ആരൊക്കെ അറിയുമോ എന്തോ എന്നൊക്കെയാണ് നമ്മുടെ അനുമോളും പറയുന്നത്. അപ്പൊ നെവിൻ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഇങ്ങനെ കാതോർത്ത് നിൽക്കുകയാണ്. അപ്പൊ അനുമോൾ നെവിന്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്, നെവിനെ നീ ഒന്ന് മാറി നിൽക്കും, ഞങ്ങളല്ലേ ഇവിടെ ആദ്യം ഇരുന്നത്, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന്. ഇത് ഗേൾസിന് മാത്രം പറയേണ്ട ചില കാര്യങ്ങളാണ്, അതുകൊണ്ട് നിന്റെ അടുത്ത് പറയാൻ പറ്റില്ല, അതുകൊണ്ട് നീ ഒന്ന് മാറി നിൽക്കെന്ന് പറയുന്നുണ്ട്. അപ്പൊ നെവിൻ തിരിച്ചു അനുവിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് മാറി നിൽക്കില്ല, ഞാൻ എന്റെ ജീൻസ് തരാൻ വേണ്ടി വന്നതാണ്, ഇനിയിപ്പോ എന്തായാലും ഞാൻ ഇവിടുന്ന് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പെൺകുട്ടികൾ മാത്രം കേൾക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ എന്തിനാ ഈ ഷോയിൽ വന്നിട്ട് സംസാരിക്കണതൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ പോരെ എന്നും പറയുന്നു. പിന്നെ നെവിന് അവിടെ നിന്ന് പോകുന്നത് പോലെ കാണിക്കുന്നുണ്ട്. എന്നാ ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് നെവിൻ മെല്ലെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ നെവിൻ അത് ഒരു സ്ട്രാറ്റജി ഇറക്കിയതാണ്. നെവിൻ അവിടെ നിന്ന് പോകുന്നൊന്നുമില്ല, ഇത് ഒളിച്ചിങ്ങനെ കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആദിലേന്റെ അടുത്താണോ കളി? ആദില ഇത് കാണുകയും ചെയ്തു. എന്നിട്ട് ആദില പറയുന്നുണ്ട്, നെവിനെ നിന്റെ കാല് ഞാൻ കണ്ടു, നീ അവിടെ നിന്ന് വല്ല നമ്പർ ഒന്നും ഇറക്കണ്ട, നീ പോയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നും പറയുന്നുണ്ട്. പിന്നെ അതിൽ ആ വിഷയം അങ്ങോട്ട് മാറ്റുകയാണ്, എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ തത്തമ്മേനെയാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും ഈ തത്തമ്മേനെ എടുത്തോണ്ടേ വീട്ടിൽ പോകൂ എന്ന് നെവിനും പറയുന്നുണ്ട്. ഞാൻ എന്താണെങ്കിലും അങ്ങനെയാണെങ്കിൽ നിന്നെയും കൊണ്ടേ പോകൂ എന്ന് ആദിലയും. എന്തായാലും ഈ വിഷയത്തിലേക്ക് സാവുമേനയും ഇവർ എടുത്തിടുന്നുണ്ട്. സാവുമാനും തിരുവനന്തപുരത്തല്ലേ, അങ്ങനെയാണെങ്കിൽ നീ സാവുമാനെയും കൊണ്ടുപോയിക്കോ എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇവർ പറഞ്ഞത് നെവിൻ കേട്ടോ എന്തോ.